സുഹൃത്തുക്കളെ നമസ്കാരം. ഞാൻ അനൂപ്. നമ്മളുടെ കേസ്മാർട്ട് ട്യൂട്ടോറിയൽ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു പ്രധാന എറർ ആണ് ഫ്ലോർ ലെവൽ ഫുട് പ്രിന്റ് നോട്ട് ക്രോസിംഗ് ഫോർ ബ്ലോക്ക് 1 ഫ്ലോർ 1. ഇതൊരു പക്ഷേ ഫ്ലോർ 1 ആവാം, അല്ലെങ്കിൽ ഫ്ലോർ 0 ആവാം, വിത്ത് ബിൽട്ടപ്പ് ഏരിയ. അപ്പോൾ ബിൽട്ടപ്പ് ഏരിയയുമായിട്ട് നമ്മളുടെ ഫ്ലോർ ലെവൽ ഫുട് പ്രിന്റ് നോട്ട് ക്രോസിംഗ് എന്ന് പറയുന്ന ഈ ഒരു എറർ എങ്ങനെ നമുക്ക് റെക്ടിഫൈ ചെയ്യാം എന്നുള്ളതിന്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് നമ്മളിവിടെ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ തന്നെ നമ്മൾക്ക് വരുന്ന മറ്റ് ഒരു ചെറിയ എറർ കൊണ്ട് നമ്മൾ ഒക്യുപ്പൻസിയിൽ ഒരു വലിയ മാറ്റം വരുന്ന മറ്റൊരു എററും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇവിടെ കാണിക്കുന്ന A1 ഡ്യുവൽ സിംഗിൾ ഫാമിലി യൂണിറ്റ്സ് എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു സ്ക്രൂട്ടിനി വന്നിരിക്കുന്നത്. നമുക്ക് ആ ഡ്രോയിങ് ഒന്ന് എടുത്തു നോക്കാം. ഈ ഒരു ഡ്രോയിങ് എടുത്തു നോക്കുന്ന സമയത്ത് നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാം ഇതൊരു സിംഗിൾ ഫാമിലി റെസിഡൻസ് ആണ്. ഇവിടെ താഴെ ഒരു കിച്ചൺ ഉണ്ട്, അതേപോലെ തന്നെ ബെഡ്റൂംസും സ്റ്റെയർ കേസ് വഴി മുകളിൽ എത്തുമ്പോൾ ഒരു 2 ബെഡ്റൂം ആയിട്ടുള്ള ഒരു സിംഗിൾ ഫാമിലി റെസിഡൻസ് ബിൽഡിംഗ് ആണിത്. ഇത് സ്ക്രൂട്ടിനി ചെയ്ത സമയത്താണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ട ഈ ഒരു എറർ വന്നിരിക്കുന്നത്. ഫസ്റ്റ് എറർ വന്നിരിക്കുന്നത് നമ്മളുടെ ഫ്ലോർ ലെവൽ ഫുട് പ്രിന്റ് മാർക്കിങ്ങിലുള്ള മിസ്റ്റേക്കും. ഇതൊരു മിസ്റ്റേക്ക് അല്ല, പക്ഷെ ഇവിടെ വന്നിരിക്കുന്ന എഴുത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. A1 ഡ്യുവൽ സിംഗിൾ ഫാമിലി എന്നാണ്. ഇതിന്റെ അർത്ഥം എന്താണ്? ഇത് ഒരു ഡ്യുവൽ ഫാമിലിക്ക് വേണ്ടിയിട്ടുള്ള ഒക്യുപ്പൻസി വീടാണ് എന്നാണ് ഇവിടെ റീഡ് ചെയ്തിരിക്കുന്നത്. ആക്ച്വലി ഇവിടെ എന്താണ് വരേണ്ടത്? A1 സിംഗിൾ ഫാമിലി ആണ് വരേണ്ടത്. ഇതെന്തുകൊണ്ടാണ് ഈ 2 മിസ്റ്റേക്സ് ഈ ഒരു ഡ്രോയിങ്ങിൽ വന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പൊ ഡ്രോയിങ്ങിൽ വരുന്ന സമയത്ത് ആദ്യം എന്തുകൊണ്ടാണ് ഇത് സിംഗിൾ ഫാമിലി എന്നുള്ള പേരിന് പകരം ഡ്യുവൽ ഫാമിലി ആയത് എന്ന് കാണിച്ചു തരാം. ഇവിടെ നമ്മൾ കിച്ചൺ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് മാർക്ക് ചെയ്ത സമയത്ത് ഇവിടെ നമ്മൾ ഒരു കിച്ചൺ എന്ന് പറഞ്ഞ് ഒരു ഫസ്റ്റ് കിച്ചണും അതുപോലെ തന്നെ വർക്ക് ഏരിയയ്ക്ക് വീണ്ടും ഒരു ലൈന് ഇവിടെ, അല്ലെങ്കിൽ ഒരു ക്ലോസ്ഡ് പോളി ലൈൻ വരച്ചതായിട്ട് കാണാം. ഇതാണ് ഫസ്റ്റ് കിച്ചൺ, ഇത് ആണ് സെക്കൻഡ് കിച്ചൺ ആയിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നു. കണ്ടില്ലേ? ഇനി ഇതിന്റെ പേരെടുത്ത് നോക്കൂ. ഇത് 2 കിച്ചൺ ആണ് എന്ന് വിചാരിച്ച് നമ്മളുടെ ലൈസൻസ് ചെയ്തത് എങ്ങനെയാണ്? ഇതിന് പേര് കൊടുത്തിരിക്കുന്നത് എന്താണ്? ഇവിടെ ബിൽഡിംഗ് 1 BLK1 ഫ്ലോർ 0 യൂണിറ്റ് FA എന്ന് പറയുന്നതാണ് നമ്മളുടെ കിച്ചന്റെ ലെയർ. ഞാൻ ആ ലെയർ കാണിച്ചു തരാം. നമ്മളുടെ സിംഗിൾ ഫാമിലി ലെയർ മെട്രിക്സിൽ കിച്ചൺ യൂണിറ്റ് ഇൻ ദി പ്രപ്പോസ്ഡ് ഓർ റെഗുലറൈസേഷൻ ഓർ എക്സിസ്റ്റിംഗ് കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുള്ള ഈ ഒരു ലെയർ മെട്രിക്സ്, കിച്ചൺ എന്ന് പറയുന്ന ഈ ഒരു ലെയർ മെട്രിക്സിലാണ് നമ്മളിവിടെ കിച്ചൺ മാർക്ക് ചെയ്തിരുന്നത്. അപ്പൊ ഇതിന് എന്താണ് മാർക്ക് ചെയ്തിരിക്കുന്നത്? BLK1 ഫ്ലോർ 0, അതായത് BLK1 അതായത് ബ്ലോക്ക് 1ൽ ഫ്ലോർ 0ല് ഇത് ഫസ്റ്റ് കിച്ചൺ എന്നുള്ള രീതിയിൽ ഇവിടെ ഈ കിച്ചൺ ഫസ്റ്റ് ആയിട്ട് മാർക്ക് ചെയ്തു. ഇതിന് മാർക്ക് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? യൂണിറ്റ് FA2 എന്ന് പറഞ്ഞിട്ടാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അതായത് ഫ്ലോർ 0 യൂണിറ്റ് 2 എന്ന് പറയുന്ന ഈ ഒരു കിച്ചന്റെ കാണുന്ന സെക്കൻഡ് ലെയർ ഉപയോഗിച്ചിട്ട് സെക്കൻഡ് കിച്ചൺ ആയിട്ട് മാർക്ക് ചെയ്തു. അപ്പൊ അതിന് എന്ത് മനസ്സിലാക്കാം? കമ്പ്യൂട്ടർ എന്താണ് റീഡ് ചെയ്യുക? ഈ ഒരു വീട്ടിൽ 2 കിച്ചൺ മാർക്ക് ചെയ്തു. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഇത് A1 സിംഗിൾ ഫാമിലി അല്ല, A1 ഡ്യുവൽ ഫാമിലി റെസിഡൻസ് ആയിട്ടാണ് ഇത് റീഡ് ചെയ്യുക. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ കിച്ചൺ മാർക്ക് ചെയ്യുമ്പോൾ എങ്ങനെ മാർക്ക് ചെയ്യണം? ഈ ഒരു കിച്ചൺ മാത്രം മാർക്ക് ചെയ്യുക. അതല്ലെങ്കിൽ ഈ കിച്ചനെയും വർക്ക് ഏരിയ ഭാഗമായിട്ടുള്ള സെക്കൻഡ് കിച്ചനെയും കൂടി ചേർത്ത് ഒരു സിംഗിൾ പോളി ലൈൻ ആയിട്ട് നിങ്ങൾക്ക് വരയ്ക്കാം. ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഒന്നിച്ചിട്ട് വേണം കിച്ചൺ വരയ്ക്കേണ്ടത്. ഇനിയിപ്പോൾ സിംഗിൾ ഫാമിലി റെസിഡൻസ് ആണെങ്കിൽ കിച്ചൺ വരച്ചില്ലെങ്കിലും നമുക്ക് സ്ക്രൂട്ടിനി പാസ്സാവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കിച്ചൺ വരയ്ക്കണമെന്ന് കമ്പൽസറി അല്ല, ബട്ട് ഇത് വരച്ച് പ്രാക്ടീസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ലെയർ മെട്രിക്സിൽ അപ്ഡേഷൻസ് വരുമ്പോൾ ചിലപ്പോൾ ഇനി കിച്ചൺ കമ്പൽസറി ആയേക്കാം. അപ്പൊ അതുകൊണ്ട് കിച്ചൺ വരയ്ക്കുമ്പോൾ ഇതൊരു സിംഗിൾ ഫാമിലി ആണെങ്കിൽ ഒറ്റ കിച്ചൺ മാർക്ക് ചെയ്താൽ മതി. ഇനി ഈ ഒരു ഫയല് നമുക്ക് സ്ക്രൂട്ടിനിക്ക് ചെയ്ത് നോക്കാം. ഇതേ ഫയല് നമ്മളിപ്പോൾ നേരത്തെ ചെയ്ത ഫയൽ ക്ലോസ് ചെയ്യുന്നു. ഈ ഒരു ഫയല് നമ്മൾ തിരിച്ച് വീണ്ടും നമ്മൾ സ്ക്രൂട്ടിനിക്ക് അപ്ലോഡ് ചെയ്യാണ്. ഇതുപോലെ ഐ ആം നോട്ട് റോബോട്ട് വരും. അത് നിങ്ങൾ പാനിക് ആവണ്ട, ജസ്റ്റ് ഈ ഒരു ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. സ്ക്രൂട്ടിനി ചെയ്യുന്നുണ്ട്. സ്ക്രൂട്ടിനി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മളിവിടെ എറർ ഫിക്സിംഗിന്റെ ഭാഗമായിട്ട് റിജക്റ്റഡ് ആണ്. കാരണം ഓൾറെഡി ഞാൻ പറഞ്ഞു, ഫ്ലോർ ലെവൽ ഫുട് പ്രിന്റ് എറർ നമ്മൾ ഫിക്സ് ചെയ്തിട്ടില്ല. പക്ഷെ നമ്മളിവിടെ ഫിക്സ് ചെയ്യുന്നത് ആദ്യം ഒക്യുപ്പൻസിയിൽ വന്നിട്ടുള്ള ഒരു ചെറിയ മിസ്റ്റേക്ക് ആണ്. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാം A1 സിംഗിൾ ഫാമിലി എന്നായി മാറി. നേരത്തെ ഇവിടെ എന്തായിരുന്നു? ഡ്യുവൽ ആയിരുന്നു. ഡ്യുവൽ ഫാമിലി ഡ്വെല്ലിംഗ് യൂണിറ്റ്സ് എന്നുള്ളത് ഇപ്പൊ മാറി A1 സിംഗിൾ ഫാമിലി ആയി. അപ്പൊ എന്താ സംഭവിച്ചത്? ഒക്യുപ്പൻസി തന്നെ മാറിപ്പോയി. അപ്പൊ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഒക്യുപ്പൻസി മാർക്ക് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ആക്ച്വലി ഇത് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ലെങ്കിൽ കൂടിയും നമ്മൾ ചെയ്യുന്ന ഫയല് കൃത്യമായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള മൈനർ മിസ്റ്റേക്സ് കൊണ്ട് ഒക്യുപ്പൻസിയിൽ മാറ്റം വരാം. ഓക്കെ, അപ്പൊ അതാണ് ഒക്യുപ്പൻസിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇനി നമ്മൾ ഫിക്സ് ചെയ്യാൻ പോകുന്നത് ഈ ഫ്ലോർ ലെവൽ ഫുട് പ്രിന്റ് നോട്ട് ക്രോസിംഗ് എന്ന് പറയുന്ന ഒരു എറർ ആണ് നമ്മൾ ഫിക്സ് ചെയ്യുക.
ഈ ഫ്ലോർ ലെവൽ ഫുട്പ്രിന്റ് നമ്മൾ എങ്ങനെ മാർക്ക് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ സൈറ്റ് പ്ലാനിൽ വരച്ചിട്ടുള്ള ഈ ഒരു ഈ ഒരു ഫുട്പ്രിന്റിന്റെ നമ്മൾ കോപ്പി ചെയ്യുക. അതിനുശേഷം നേരെ പേസ്റ്റ് ചെയ്യുക. ഇത് ഈ ഒരു ബിൽഡിംഗ് ഫുട്പ്രിന്റ് നമ്മൾ Ctrl+C അമർത്തി കോപ്പി ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഇതിന്റെ ഒരു കോപ്പി ഇവിടെ പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം ഈ ഒരു ഡ്രോയിങ് എങ്ങനെയാണോ നമ്മൾ വരച്ചിട്ടുള്ള ബിൽഡിംഗ് ഡ്രോയിങ് അതിന് ആനുപാതികമായിട്ട് അതിന്റെ റൊട്ടേഷൻ ചെയ്ത് കറക്റ്റ് ചെയ്യുക. എത്ര ലെയേഴ്സ് ഉണ്ടോ അത്ര ലെയറുകൾ, എത്ര ഫ്ലോർ ഉണ്ടോ അത്ര കോപ്പി നമ്മൾ എന്ത് ചെയ്യണം, ഈ ബിൽഡിംഗ് ഫുട്പ്രിന്റിന്റെ കോപ്പികൾ നമ്മൾ എടുത്തു വെക്കുക. എന്നിട്ട് ഈ ആദ്യത്തെ ലെയർ, സെക്കൻഡ് ലെയറും ഈ ഫസ്റ്റ് ലെയറിനെ നമ്മൾ ബിൽഡിംഗ്, അതായത് ഫ്ലോർ ഫുട്പ്രിന്റ്, നമുക്ക് ഇവിടെ നമ്മളുടെ ഫ്ലോർ പ്രിന്റുകളുടെ ഡ്രോയിങ്ങിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഫ്ലോർ പ്രിന്റുകൾ മാർക്ക് ചെയ്യുന്നതിൽ നമുക്ക് ഇവിടെ വ്യക്തമായിട്ട് കാണാം നമ്മുടെ ഫുട്പ്രിന്റിനെ കുറിച്ചിട്ടുള്ള 19ാമത്തെ ഐറ്റം. ഇത് ജനറൽ എയർ മാട്രിക്സിലുണ്ട്, സിംഗിൾ ഫാമിലി ഉണ്ട്. ഇതിൽ ഫ്ലോർ ഫുട്പ്രിന്റ് നമ്മൾ ഫ്ലോർ 0, ബിൽഡിംഗ് 1ന്റെ ഫ്ലോർ 0 ആയിട്ട് നമ്മൾ മാച്ച് ചെയ്ത് കൊടുക്കണം ഒരെണ്ണം. അതിനുശേഷം രണ്ടാമത്തതിനെ നമ്മൾ ഇതേപോലെ ബ്ലോക്ക് 1ന്റെ ഫ്ലോർ 1 ആയിട്ട് നമ്മൾ ഇതിനെ മാച്ച് ചെയ്ത് കൊടുക്കണം. ഇത് ഫ്ലോർ 1 ആയിട്ട് മാച്ച് ചെയ്തു. ഇതിനെ നമ്മൾ ഫ്ലോർ 0 ആയിട്ടുള്ള ഫുട്പ്രിന്റ് ആയിട്ട് മാച്ച് ചെയ്തു. ഇനി ഇതിനെ രണ്ടിനെയും നമ്മൾ ഇതുപോലെ കോപ്പി ചെയ്ത് നമ്മൾ കൃത്യമായിട്ട് ഈ ഡ്രോയിങ്ങിന്റെ മുകളിൽ ഈ കാണുന്ന രീതിയിൽ നമ്മൾ ഇവിടെ കൊണ്ടുപോയി ഫിക്സ് ചെയ്തു വെച്ചു. ഓക്കെ, ഇനി നമ്മൾ രണ്ടാമത്തെ ഈ ഒരു ലെയർ നമ്മൾ ഫ്ലോർ 1 ആയിട്ട് സെലക്ട് ചെയ്തതിനെയും നമ്മൾ ഇതുപോലെ കൃത്യമായിട്ട് ടെറസ് ഫ്ലോർ അടക്കം ഉൾപ്പെടാവുന്ന രീതിയിൽ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഇതിനെ ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇതിന്റെ പേര് നമുക്ക് ഇവിടെ കാണാം, ഫ്ലോർ 1 ഫ്ലോർ ഫുട്പ്രിന്റ്. ഈ രീതിയിലാണ് നമ്മൾ മാർക്ക് ചെയ്യുക. അപ്പൊ ഇതിൽ എങ്ങനെയാണ് നമ്മൾ ബിൽഡിംഗ് ഫുട്പ്രിന്റ് മാർക്ക് ചെയ്തത്? ഏറ്റവും വലിയ ഏരിയ ആയിട്ടുള്ള ഗ്രൗണ്ട് ഫ്ലോർ ആണ്. അതുകൊണ്ട് ഫ്ലോർ 0 ബിൽഡിംഗ് ഫുട്പ്രിന്റിൽ നമ്മൾക്ക് പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും തന്നെ വരില്ല. ഇതേ ലെയറിന്റെ ഒരു കോപ്പി തന്നെയാണ് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഈ ബിൽഡിംഗ് ഫുട്പ്രിന്റ് എങ്ങനെയാണ് പോയിരിക്കുന്നത്? നമ്മളുടെ ടെറസ് അടക്കം ഉൾപ്പെടുത്തി ബിൽഡിങ്ങിന്റെ മുകളിലൂടെയാണ് പോയിരിക്കുന്നത്. ഇനി നമ്മൾ ഇതിനെ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്ന് വ്യൂ ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കുന്ന സമയത്ത് നമ്മളുടെ ബിൽഡിംഗ് ഫുട്പ്രിന്റ് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ബിൽട്ടപ്പ് ഏരിയ ലെയർ ആയിട്ട് എവിടെയെങ്കിലും ഒരു ക്രോസിംഗ് ഉണ്ടാവും, ഇതുപോലെ ഒരു ടി ജംഗ്ഷൻ. ഈ ഒരു ഭാഗത്ത് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ നമ്മളുടെ ബിൽഡിംഗ് ഫുട്പ്രിന്റ് പോകുന്നത് എങ്ങനെയാണ്? ഈ കാണുന്നതാണ്, അതായത് വൈറ്റ് കളറിൽ പോകുന്നതാണ് നമ്മളുടെ ഫ്ലോർ ഫുട്പ്രിന്റ്. ഈ കാണുന്നത് ബ്രൗൺ കളറിൽ പോയിട്ട് ഇങ്ങനെ പോകുന്നതാണ് നമ്മളുടെ ബിൽട്ടപ്പ് ഏരിയ ലെയർ. അതായത് ഫസ്റ്റ് ഫ്ലോറിന്റെ ബിൽട്ടപ്പ് ഏരിയ ലെയർ ആണ് ഈ പോകുന്നത്. അപ്പോൾ നമ്മളുടെ ബ്രൗൺ കളറിൽ കാണുന്ന ഈ ഒരു ബിൽട്ടപ്പ് ഏരിയ ലെയറിന്റെ മുകളിലായിട്ട് നമ്മൾക്ക് ഈ പറഞ്ഞ ഫ്ലോർ ഫുട്പ്രിന്റ് എന്ന് പറയുന്ന ഈ ഒരു ലെയർ ഇവിടെ ഒരു ക്രോസിംഗ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ബ്രൗൺ കളറിൽ കാണുന്ന ഈ ലെയറിന്റെ മുകളിലായിട്ട് നമ്മളുടെ ഏത് ലെയറാണ്? ഫ്ലോർ ഫുട്പ്രിന്റ് ലെയർ ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു ലൈൻ സെലക്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾക്ക് ഈ ഒരു സൈഡിൽ നമുക്ക് ഇവിടെ വെർട്ടെക്സ് ഇല്ല. പക്ഷേ ഫ്ലോർ ഫുട്പ്രിന്റ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഒരു വെർട്ടെക്സ് ഉണ്ട്. അപ്പൊ വെർട്ടെക്സ് ഇല്ലാത്ത ബിൽഡിംഗ് ഫുട്പ്രിന്റ് ആയിട്ടുള്ള ഈ ലെയറിൽ, കട്ടൗട്ട് ലെയറിൽ വേണ്ട, ബിൽഡിംഗ് ഫുട്പ്രിന്റ് ആയിട്ടുള്ള ഈ ഒരു ലെയറിൽ നമ്മൾക്ക് ഇവിടെ ഒരു വെർട്ടെക്സ് ആഡ് ചെയ്യണം. അത് എങ്ങനെയാണ് വെർട്ടെക്സ് ആഡ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ പണ്ട് ഞാൻ ഒരെണ്ണം ഇട്ടിട്ടുണ്ട്. പക്ഷേ ഈ ഒരു എറർ വീണ്ടും റിപ്പീറ്റഡ് ആയി കാണുന്നതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ വീണ്ടും ഇടുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു ഭാഗത്ത്, അതായത് ഈ വരച്ച ലൈനിൽ ഇവിടെ ഒന്ന് മൗസ് തൊട്ട് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആഡ് വെർട്ടെക്സ് എന്നുള്ള ബട്ടൺ കാണാം. അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ ഒരു വെർട്ടെക്സ് ക്രിയേറ്റ് ചെയ്തു. ഇനി നമ്മൾ വീണ്ടും ഫ്ലോർ ഫുട്പ്രിന്റ് ഒന്ന് സെലക്ട് ചെയ്യുക. ഇവിടെ ഒരു ക്രോസിംഗ് ഉണ്ട്, പക്ഷേ ഈ ഒരു ഭാഗത്ത് നമ്മളുടെ ഫുട്പ്രിന്റിന് ഇവിടെ ഒരു വെർട്ടെക്സ് ഉണ്ട്. ഒന്നും ചെയ്യണ്ട. വീണ്ടും നമ്മൾ പോയി നോക്കുക. ഈ ഒരു കോർണറിൽ ബിൽഡിംഗ് ഫുട്പ്രിന്റ് എങ്ങനെയാണ് പോകുന്നത്? സ്ട്രെയിറ്റ് ആയിട്ടാണ്. ബിൽട്ടപ്പ് ഏരിയ പോകുന്നത് ഇങ്ങനെയാണ്. ബിൽട്ടപ്പ് ഏരിയക്ക് ഇവിടെ എന്തായാലും സ്വാഭാവികമായിട്ടും ഒരു വെർട്ടെക്സ് ഇവിടെ ഉണ്ട്. അപ്പൊ അവിടെയും ആഡ് ചെയ്യണ്ട. ഇതെല്ലാം കോർണേഴ്സ് ആണ്. ഇവിടെ എല്ലാം വെർട്ടെക്സുകൾ അവൈലബിൾ ആണ്. ഈ ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിലും ബിൽഡിങ്ങിന്റെ ബിൽട്ടപ്പ് ഏരിയ പോകുന്നത് ഈ രീതിയിലാണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഒരു വെർട്ടെക്സ് ഉണ്ട്. അതുകൊണ്ട് ഒന്നും ചെയ്യണ്ട. ബിൽഡിംഗ് ഫുട്പ്രിന്റിൽ നമ്മൾ വെർട്ടെക്സുകൾ ആഡ് ചെയ്യാൻ പാടില്ല. വെർട്ടെക്സ് ആഡ് ചെയ്യേണ്ടത് ബിൽട്ടപ്പ് ഏരിയ ലെയറിൽ മാത്രമാണ്. അപ്പൊ നമ്മൾ ഈ ഒരു ബിൽട്ടപ്പ് ഏരിയ ലെയറിൽ ഇവിടെ നമുക്ക് ഒരു വെർട്ടെക്സ് ആഡ് ചെയ്തതായിട്ട് ഇപ്പൊ കാണാം. ഇനി ഈ ഫയൽ സ്ക്രൂട്ടിനി ചെയ്ത് കഴിഞ്ഞാൽ ആ എറർ മാറിയിട്ടുണ്ടാവും. നമുക്ക് ഇപ്പൊ ഫയൽ സേവ് ചെയ്തു.
അതിനുശേഷം നമുക്കതൊന്ന് സ്ക്രൂട്ടിനി ചെയ്ത് നോക്കാം. വീണ്ടും ഞാൻ അതേ ഫയൽ സെലക്ട് ചെയ്തു, സേവ് ചെയ്ത DXF ഫയൽ സെലക്ട് ചെയ്തു, സ്ക്രൂട്ടിനി കൊടുക്കുന്നു. ഇനി നമുക്ക് സ്ക്രൂട്ടിനി ചെയ്തിട്ട് റിസൾട്ട് നോക്കാം. ഇപ്പൊ നമ്മളുടെ ഫയല് സ്ക്രൂട്ടിനി ആക്സെപ്റ്റഡ് ആയി, പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. ഇനി നമ്മൾ ഇതിന്റെ സ്ക്രൂട്ടിനി റിപ്പോർട്ട് സെലക്ട് ചെയ്ത് നോക്കുന്നു. ഇവിടെ പാസ്ഡ് ആണ്, പ്രത്യേകിച്ച് വിഷയങ്ങളൊന്നുമില്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രപ്പോസ്ഡ് ഏരിയ ഡീറ്റെയിൽസ് എല്ലാം മാറി, A1 സിംഗിൾ ഫാമിലി കറക്റ്റ് ആണ്. ഇനി ഇതിനകത്ത് യാതൊരു പ്രശ്നങ്ങളും ഇല്ല. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഫ്ലോർ ഫുട് പ്രിന്റിന്റെ നോട്ട് മാർക്കിംഗ് എന്നുള്ള എറർ നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഈ ഒരു രീതിയിലാണ് നമുക്ക് നേരത്തെ കണ്ടിട്ടുള്ള എറർ വരികയാണെങ്കിൽ അത് ഫിക്സ് ചെയ്യേണ്ടത്. ഓക്കെ, താങ്ക് യു.